മദ്യത്തിനും ലഹരിക്കും അടിമകളായ മക്കൾ മാതാപിതാക്കൾക്ക് എന്നും ഒരു തീരാ നോവാണ്. പല കുടുംബങ്ങളുടെയും സമാധാനം തകർക്കുന്നത് ഇതുപോലെ തലതെറിച്ച മക്കളായിരിക്കും. മദ്യലഹരിയിൽ സ്വന്തം മാതാപിതാക്കളെ കൊലപ്പെടുത്താൻ പോലും മടിക്കാത്ത രീതിയിൽ നമ്മുടെ യുവതലമുറയുടെ മനോനില തെറ്റിയിരിക്കുന്നു. കൊല്ലത്തെയും തിരുവല്ലയിലെയും 2 കുടുംബങ്ങളിൽ സംഭവിച്ച ദുരന്തത്തിന് സമാന സ്വഭാവമാണ്. കൊല്ലം പരവൂരിൽ കിടപ്പ് രോഗിയായ അച്ഛനെ കൊലപ്പെടുത്തിയത് മദ്യലഹരിയിലെത്തിയ മകനാണ്. തിരുവല്ല വേങ്ങലിൽ മാതാപിതാക്കൾ ജീവനൊടുക്കിയത് മകൻ ലഹരിക്കടിമയായതിൽ മനം നൊന്ത്. ലഹരിയിൽ തകരുന്ന കുടുംബങ്ങളെക്കുറിച്ചാണ് പോലീസ് പട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. രക്തബന്ധങ്ങൾ പോലും മറന്ന് ചിലർ മദ്യലഹരിയിൽ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ എത്ര കുടുംബങ്ങളെയാണ് ദുരിതത്തിലാക്കുന്നത്. കൊല്ലം പരവൂരിൽ കിടപ്പ് രോഗിയായ അച്ഛന്റെ ജീവനെടുത്തത് മദ്യലഹരിയിലെത്തിയ മകനാണ്. പുതക്കുള സ്വദേശി ശശിയെ മകൻ ശരത്ത് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. കിടപ്പ് രോഗിയായ ശശിയുടെ തലയിലേറ്റ മുറിവുകൾ കട്ടിലിൽ നിന്നും വീണപ്പോൾ സംഭവിച്ചതെന്നാണ് മകൻ ആദ്യം പറഞ്ഞത്. പിന്നീട് പോലീസ് അന്വേഷണത്തിൽ കൊലപാതകമെന്ന് കണ്ടെത്തുകയായിരുന്നു. സത്യം എങ്ങനെ മൂടിവെച്ചാലും അത് മറനീക്കി പുറത്തുവരിക തന്നെ ചെയ്യും എന്നതാണ് പരവൂർ കൊലപാതകം തെളിയിക്കുന്നത്. പൂതക്കുളം പുന്നേക്കുളം സ്വദേശി ശരത്തിനെയാണ് പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാത്രി മദ്യപിച്ച് വീട്ടിലെത്തിയ ശരത്ത് അച്ഛൻ ശശിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയ ബന്ധുക്കൾ മർദ്ദനമേറ്റ അവശനായ ശശിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ചു. ഡോക്ടർ വിദഗ്ധ ചികിത്സ നിർദ്ദേശിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തുവെങ്കിലും ശശിയെ വീട്ടിലേക്ക് തന്നെ മടക്കിക്കൊണ്ടുപോയി. തുടർന്ന് പുലർച്ചെ മരിക്കുകയായിരുന്നു. തലയിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. 4 വർഷമായി കിടപ്പ് രോഗിയായ ശശി കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റുവെന്നായിരുന്നു ബന്ധുക്കൾ ആദ്യം ആശുപത്രിയിൽ പറഞ്ഞിരുന്നത്. അസ്വാഭാവിക മരണത്തിനു കേസെടുത്ത പരവൂർ പോലീസിന്റെ അന്വേഷണത്തിൽ സംഭവം കൊലപാതകമെന്ന് തെളിയുകയായിരുന്നു. സ്ഥിരം മദ്യപാനിയായ ശരത്ത് നിരന്തരം വീട്ടിൽ വഴക്കുണ്ടാക്കുമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ഏക മകനെ ഏറെ ലാളിച്ചു വളർത്തിയ ഒരച്ഛനും അമ്മയുമുണ്ട് പത്തനംതിട്ട തിരുവല്ലയിൽ. കുട്ടിക്കാലം മുതൽ അവൻ ചോദിക്കുന്നതെല്ലാം നൽകും. വളർന്നു വലുതായപ്പോൾ മകൻ ആ മാതാപിതാക്കൾക്ക് തീരാ നോവായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ലഹരിക്കടിമയായ മകനെക്കുറിച്ചുള്ള ഓർമ്മകൾ തിരുവല്ല സ്വദേശികളായ രാജു തോമസിനെയും ഭാര്യ ലൈജിയെയും മാനസികമായി തളർത്തി. ഒടുവിൽ 2 പേരും തീ കൊളുത്തി ജീവനൊടുക്കുകയായിരുന്നു. വേങ്ങലിൽ കാർ കത്തിയുള്ള ദമ്പതികളുടെ മരണം ആത്മഹത്യയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ലഹരിക്കടിമയായ ഇവരുടെ മകൻ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണ്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് തിരുവല്ല വേങ്ങലിൽ വിജനമായ സ്ഥലത്ത് കാർ കത്തി ദമ്പതികൾ മരിച്ചത്. തിരുവല്ല തുകലശ്ശേരി സ്വദേശികളായ 69 വയസ്സുള്ള രാജു തോമസ്, ഭാര്യ ലൈജി തോമസ് എന്നിവരാണ് ദാരുണമായി വെന്തു മരിച്ചത്. സ്ഥലത്ത് പെട്രോളിംഗിനെത്തിയ പോലീസുകാരാണ് ആദ്യം കാർ കത്തുന്നത് കണ്ടത്. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. ഇവരെത്തി തീയണച്ചെങ്കിലും 2 പേരും മരിച്ചിരുന്നു. ദമ്പതിമാരുടെ മരണം ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇവരുടെ ഏകമകൻ ചികിത്സയിലാണ്. ഇതിലുള്ള മനോവിഷമവും ആത്മഹത്യയ്ക്ക് കാരണമായെന്നാണ് സൂചന. ബന്ധുക്കളിൽ നിന്നും വിശദമായ വിവരങ്ങൾ ശേഖരിക്കുകയും ശാസ്ത്രീയ പരിശോധനകൾ നടത്തുകയും ചെയ്യുമെന്ന് തിരുവല്ല DSP അർഷാദ് പറഞ്ഞു. ന്യൂസ് 18 പത്തനംതിട്ട. മദ്യവും ലഹരിയും പോലെ ദാമ്പത്യ പ്രശ്നങ്ങളും പല കുടുംബങ്ങളിലും ചോരയും കണ്ണീരും വീഴ്ത്തുന്നുണ്ട്. പറഞ്ഞു തീർക്കാവുന്ന ചെറിയ പ്രശ്നങ്ങളുടെ പേരിലാണ് ഓരോ വീടുകളിലും ദുരന്തം സംഭവിക്കുന്നത്.
ഇടുക്കി കമ്പംമേട്ടിൽ പിഞ്ചുകുഞ്ഞിന് വിഷം നൽകിയ ശേഷം യുവതി ജീവനൊടുക്കിയതും കുടുംബ പ്രശ്നത്തെ തുടർന്നാണ്. കമ്പംമേട്ട് സ്വദേശി രമേശിന്റെ ഭാര്യ ആര്യമോളാണ് വിഷം കഴിച്ച് മരിച്ചത്. 3 വയസ്സുകാരനായ മകൻ ആരോമൽ ചികിത്സയിലാണ്. കുട്ടി അപകടനില തരണം ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ആര്യ കുട്ടിക്ക് വിഷം നൽകിയ ശേഷം വിഷം കഴിക്കുകയായിരുന്നുവെന്ന് കരുതുന്നു. വീട്ടിലെ മറ്റൊരു മുറിയിൽ മൂത്ത കുട്ടിക്കൊപ്പം കിടക്കുകയായിരുന്ന ഭർത്താവ് രമേശ് രാത്രിയിൽ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റപ്പോൾ ആര്യയുടെ വായിൽ നിന്ന് നുരയും പതയും വരുന്നത് കണ്ടു. ഉടൻ തന്നെ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടിക്ക് വിഷം നൽകിയെന്നത് ആദ്യം മനസ്സിലായിരുന്നില്ല. കുഞ്ഞിന് ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ടതോടെ നടത്തിയ പരിശോധനയിലാണ് വിഷം ഉള്ളിൽ ചെന്നതായി അറിയുന്നത്. ചികിത്സയിലുള്ള കുഞ്ഞ് അപകടനില തരണം ചെയ്തു. കമ്പംമേട്ട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായും പോലീസ് പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. ഹണി ട്രാപ്പ് പോലെ തന്നെ കരുതിയിരിക്കേണ്ട കെണിയാണ് സോഷ്യൽ മീഡിയയിലെ ആൾമാറാട്ടം. ഇൻസ്റ്റഗ്രാമിൽ പെൺകുട്ടികളുടെ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി സൗഹൃദം സ്ഥാപിച്ച് പണം തട്ടുന്ന നിരവധി ബിരുദന്മാർ നമ്മുടെ ഇടയിലുണ്ട്. മലപ്പുറം തിരൂരിൽ വിദ്യാർത്ഥിനിയുടെ വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി ഫോട്ടോ പോസ്റ്റ് ചെയ്ത് പണം തട്ടിയ യുവാവ് അറസ്റ്റിലായി. താനൂർ സ്വദേശി വിഷ്ണുജിത്താണ് പോലീസിന്റെ പിടിയിലായത്. വീഡിയോ കോൾ ചെയ്യാമെന്നുള്ള വാഗ്ദാനങ്ങൾ നൽകി നിരവധി യുവാക്കളിൽ നിന്നും ഇയാൾ പണം തട്ടിയെന്നാണ് പരാതി. വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി പെൺകുട്ടിയുടെ നിരവധി ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുകയും പലരുമായി ചാറ്റ് ചെയ്ത് സൗഹൃദമുണ്ടാക്കുകയുമാണ് ഡിഗ്രി വിദ്യാർത്ഥിയായ വിഷ്ണുജിത്ത് ചെയ്തിരുന്നത്. വീഡിയോ കോൾ ചെയ്യാം എന്നും മറ്റുമുള്ള വാഗ്ദാനങ്ങൾ നൽകി പലരിൽ നിന്നും പണം തട്ടുകയും ചെയ്തു. തിരൂർ ഡിവൈഎസ്പി KM ബിജുവിന്റെ നിർദ്ദേശാനുസരണം ഇൻസ്പെക്ടർ ജിനേഷ് KJ, സബ് ഇൻസ്പെക്ടർ സുജിത് RP എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഫോട്ടോ മറ്റൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ സ്ഥിരമായി പോസ്റ്റ് ചെയ്യുന്നത് കണ്ട് സുഹൃത്ത് അന്വേഷിച്ചപ്പോഴാണ് പെൺകുട്ടി വിവരം അറിഞ്ഞത്. തുടർന്ന് തിരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് യുവാവിനെ പിടികൂടിയത്. 5-ലധികം പേരിൽ നിന്നും ഇയാൾ ഈ രീതിയിൽ പണം തട്ടിയിട്ടുള്ളതായി തിരൂർ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. പണത്തോടുള്ള അത്യാർത്തിയാണ് മനുഷ്യരെ തട്ടിപ്പുകാരാക്കുന്നത്. തൃശൂർ വലപ്പാട്ടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് മാനേജറായിരുന്ന ധന്യ മോഹൻ ഇങ്ങനെ ചെറിയ തട്ടിപ്പിൽ തുടങ്ങിയതാണ്. പിന്നീട് പുറത്തു വന്നത് 20 കോടി രൂപയുടെ വൻ തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. മണപ്പുറം ഫിനാൻസിന് കീഴിലെ സ്ഥാപനത്തിൽ നിന്ന് വിവിധ കാലയളവിലായി ധന്യ മോഹൻ കുടുംബാംഗങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റുകയായിരുന്നു. സംഭവത്തിൽ കേസെടുത്തതിന് പിന്നാലെ യുവതി കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. വർഷത്തോളമായി മണപ്പുറം ഫിനാൻസിന് കീഴിലെ കോംടെക് ആൻഡ് കൺസൾട്ടന്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ടെക് ലീഡറായി ജോലി ചെയ്തു വരികയായിരുന്നു ധന്യ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഡിജിറ്റൽ പേഴ്സണൽ ലോൺ എന്ന പേരിൽ വ്യാജ അക്കൗണ്ടുകളിലേക്കാണ് യുവതി പണം മാറ്റിയത്. കുടുംബാംഗങ്ങളുടെ അക്കൗണ്ടുകളിലേക്കായിരുന്നു ഇവർ പണം മാറ്റിയിരുന്നത്. ഈ പണം ഉപയോഗിച്ച് ബന്ധുക്കളുടെ പേരിലും സ്വന്തം പേരിലുമായി വീടും ഭൂമി അടക്കമുള്ള സ്വത്തുവകകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി. 2019 മുതലാണ് തട്ടിപ്പ് നടത്തിയിരുന്നത്. അച്ഛന്റെയും സഹോദരന്റെയും അടക്കമുള്ള 5 അക്കൗണ്ടുകളിലേക്കാണ് ധന്യ പണം ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. സംഭവത്തിൽ കോംടെക് ആൻഡ് കൺസൾട്ടന്റ് ലിമിറ്റഡിന്റെ ആപ്ലിക്കേഷൻ ഹെഡ് സുശീൽ കൃഷ്ണൻകുട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വലപ്പാട് പോലീസ് കേസെടുത്തത്. തുടർന്ന് 7 അംഗ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർക്കാണ് അന്വേഷണ ചുമതല. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ അക്കൗണ്ട് ട്രാൻസ്ഫർ മുഖേന നടത്തിയ 80 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയതിന് പിന്നാലെ ഒളിവിൽ പോയ ധന്യയെ കണ്ടെത്താൻ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു.
ഇതോടെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ധന്യ കീഴടങ്ങിയത്. 2019 മുതൽ നടത്തിയ തട്ടിപ്പ് 19.94 കോടിയുടെ അടുത്തു വരുമെന്നും പോലീസ് പറയുന്നു. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നു. ന്യൂസ് 18 തൃശൂർ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിൽ തേടി കേരളത്തിലെത്തുന്നവർക്കൊപ്പം പലപ്പോഴും ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടാകും. അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ സുരക്ഷ വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. ഇങ്ങനെയാണ് ഇടുക്കി പൂപ്പാറയിൽ 2 വർഷം മുൻപ് 15-കാരി കൂട്ടബലാത്സംഗത്തിന് ഇരയായ ഒരു സംഭവമുണ്ടായത്. പെൺകുട്ടിയെ മാതാപിതാക്കൾ ഇല്ലാത്ത സമയത്ത് 2 പേർ ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നു. പൂപ്പാറ കൂട്ടബലാത്സംഗ കേസിൽ 2ാം പ്രതിക്ക് കോടതി 33 വർഷം തടവ് ശിക്ഷ വിധിച്ചു. മധ്യപ്രദേശ് സ്വദേശി ഗെയിം സിംഗ് ഐത്തിനെയാണ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത്. കേസിലെ 1ാം പ്രതി ഇപ്പോഴും ഒളിവിലാണ്. വിവിധ വകുപ്പുകളിലായാണ് പ്രതി ഗെയിം സിംഗിന് 33 വർഷം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. പിഴസംഖ്യ അടയ്ക്കാതിരുന്നാൽ 1 വർഷം അധിക കഠിന തടവ് അനുഭവിക്കണം. പിഴസംഖ്യ അടയ്ക്കുകയാണെങ്കിൽ പെൺകുട്ടിക്ക് നൽകുവാനും പുറമെ വിക്ടിം കോമ്പൻസേഷൻ സ്കീമിൽ നിന്ന് നഷ്ടപരിഹാരം അനുവദിക്കുവാനും കോടതി ഉത്തരവായി. വിവിധ വകുപ്പുകളിലെ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നതിനാൽ പ്രതി 20 വർഷം കഠിന തടവ് അനുഭവിച്ചാൽ മതിയാകും. 2022-ലാണ് കേസിനാസ്പദമായ സംഭവം. വെസ്റ്റ് ബംഗാളിൽ നിന്ന് ജോലിക്കായി മാതാപിതാക്കളോടൊപ്പം വന്നതായിരുന്നു 15 വയസ്സുകാരിയായ പെൺകുട്ടി. രാജകുമാരിയിൽ താമസിച്ചിരുന്ന കുടുംബവുമായി സൗഹൃദത്തിലായ 1ാം പ്രതി മഹേഷ് കുമാർ യാദവ് പെൺകുട്ടിയെ 2ാം പ്രതി താമസിക്കുന്ന കശനപ്പാറയിലുള്ള വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു. തുടർന്ന് 2ാം പ്രതി ഗെയിം സിംഗ് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിച്ചും പൂപ്പാറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തേയിലത്തോട്ടത്തിൽ വെച്ച് ബലാത്സംഗം ചെയ്തെന്നാണ് കേസ്. വിചാരണ വേളയിൽ ജാമ്യത്തിലിറങ്ങിയ 1ാം പ്രതി തുടർന്ന് ഒളിവിൽ പോയി. 2ാം പ്രതി മാത്രമാണ് നിലവിൽ കേസിൽ വിചാരണ നേരിട്ടത്. ഇതേ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തതിന് ശാന്തൻപാറ പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസിൽ 1ഉം 2ഉം 3ഉം പ്രതികളെ കോടതി ഈ വർഷം ജനുവരിയിൽ 90 വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരുന്നു. രാജാക്കാട് ഇൻസ്പെക്ടറായിരുന്ന പങ്കജാക്ഷൻ ബി അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിജു കെ ദാസ് ഹാജരായി. ന്യൂസ് 18 ഇടുക്കി. സ്വന്തം ഭാര്യയെക്കുറിച്ച് മോശം കാര്യങ്ങൾ കേട്ടാലോ അവരുടെ സ്വകാര്യ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാലോ ഒരു ഭർത്താവിനും അത് സഹിക്കാനാവില്ല. കൊല്ലത്തെ മഹിളാ മോർച്ച നേതാവിന്റെ ഭർത്താവിന്റെ ഫോണിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു സന്ദേശം വന്നു. 5 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ ഭാര്യയുടെ സ്വകാര്യ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നായിരുന്നു ഭീഷണി സന്ദേശം. സംഭവത്തിൽ പ്രവാസിയായ ഭർത്താവ് യുവമോർച്ച നേതാക്കൾ അടക്കമുള്ളവർക്കെതിരെ കൊല്ലം ഈസ്റ്റ് പോലീസിനും BJP നേതൃത്വത്തിനും പരാതി നൽകിയിരിക്കുകയാണ്. അതേസമയം ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചെന്നാരോപിച്ച് ഭാര്യയും പരാതി നൽകിയിട്ടുണ്ട്. പാർട്ടി പ്രവർത്തനത്തിനിടയിൽ സൗഹൃദം സ്ഥാപിച്ച് യുവമോർച്ച മുൻ ജില്ലാ ഭാരവാഹികൾ കൂടിയായ നേതാക്കൾ തന്റെ ഭാര്യയെ ദുരുപയോഗം ചെയ്യുകയായിരുന്നെന്ന് ഭർത്താവിന്റെ പരാതിയിൽ ആരോപിക്കുന്നു. യുവമോർച്ച നേതാക്കളുടെ സുഹൃത്തായ യുവാവാണ് യുവതിയെ പ്രണയം നടിച്ച് വശത്താക്കിയത്. 2 ആഴ്ച മുമ്പ് നേതാക്കൾ യുവതിയുമൊത്ത് മൂന്നാറിൽ പോയി ഹോട്ടലിൽ തങ്ങിയെന്നും അവിടെ വെച്ച് പകർത്തിയ അശ്ലീല ചിത്രങ്ങൾ തനിക്ക് അയച്ച ശേഷം 5 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഭർത്താവ് ആരോപിച്ചു. മഹിളാ മോർച്ച ജില്ലാ ഭാരവാഹി ഇടനിലക്കാരിയായിരുന്നെന്നും ഇയാൾ പറയുന്നു. അവനുമായിട്ട് പരിചയപ്പെടുകയും അവൻ എന്റെ ഭാര്യയെ ചീറ്റ് ചെയ്യുകയും വലയിൽപ്പെടുത്തുകയും ചീറ്റ് ചെയ്യുകയും ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. അത് എന്റെ ഭാര്യയെ, എന്റെ കുടുംബത്തെ, എന്റെ മക്കളെ എല്ലാം അവൻ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ എന്റെ ഭാര്യയുമായിട്ട് പല സ്ഥലങ്ങളിലും അവൻ പോവുകയും വീഡിയോ പിടിക്കുകയും ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ എന്നിടയിൽ പോയി ദിവസങ്ങളോളം തങ്ങുകയും പിന്നെ വീഡിയോ പിടിച്ചിട്ട് പിന്നെ എനിക്ക് അയച്ചു തരികയും ചെയ്തു. അത് സത്യം പറഞ്ഞാൽ ഒരു ഭർത്താക്കന്മാരും കാണാൻ ആഗ്രഹിക്കാത്ത ഫോട്ടോസാണത്. ആ ഫോട്ടോ അയച്ചു തന്നിട്ട്
പിന്നെ അവന് പൈസ വേണം, അതായത് അവന് 5 ലക്ഷം രൂപ വേണമെന്നും പറഞ്ഞിട്ട് ചൂടായിട്ട് സംസാരിക്കുകയുണ്ടായി. വിദേശത്തായിരുന്ന തന്റെ പക്കൽ നിന്ന് ഭാര്യയെ ഉപയോഗിച്ച് ലക്ഷങ്ങൾ ചോർത്തിയെടുത്തു. അശ്ലീല ചിത്രങ്ങൾ വാട്സാപ്പിൽ ലഭിച്ചതോടെയാണ് വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയതെന്നും ഭർത്താവ് പറഞ്ഞു. അതേസമയം തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്ന് കാട്ടി BJP പ്രവർത്തക ഭർത്താവിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. 2 പരാതികളിലും അന്വേഷണം നടന്നുവരികയാണെന്ന് കൊല്ലം ഈസ്റ്റ് SHO അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. ഇടുക്കി കുഞ്ചിത്തണ്ണിയിൽ യുവാവിനെ കാറിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച കേസാണ് പോലീസ് പട്രോളിനെ പരിശോധിക്കുന്നത്. കുഞ്ചിത്തണ്ണി സ്വദേശി സുമേഷിനെ 5 അംഗ സംഘം ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും കാറിൽ ബന്ദിയാക്കിയ ശേഷം കടന്നുകളയുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കല്ലാർകുട്ടിക്ക് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. പരിക്കേറ്റ സുമേഷിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ അടിമാലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുഞ്ചിത്തണ്ണി സ്വദേശി സുമേഷ് സോമനാണ് ആക്രമിക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. എറണാകുളത്ത് നിന്നും പൂപ്പാറയിലെ ബന്ധുവീട്ടിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ ആക്രമണമുണ്ടായതായാണ് യുവാവ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. രാത്രി യാത്രക്കിടെ കല്ലാർകുട്ടി പനംകുട്ടിക്ക് സമീപത്ത് വെച്ച് മറ്റൊരു വാഹനത്തിലെത്തിയ 5 അംഗ സംഘം യുവാവിന്റെ കാർ തടയുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് സുമേഷിനെ കാറിനകത്ത് കെട്ടിയിട്ട ശേഷം സംഘം കടന്നുകളഞ്ഞു. തന്റെ 2 മൊബൈൽ ഫോണുകൾ ആക്രമി സംഘം അപഹരിച്ചതായും യുവാവ് പറയുന്നു. ഒരാൾ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് നമ്മളെ മുഖമ്പത്തേക്ക് അടിച്ച് ആ വശത്തെ അടിക്കാൻ നമുക്ക് പോകാൻ പറഞ്ഞു. ആ സമയത്ത് അവരുടെ കൈ തട്ടി മാറ്റിയപ്പോൾ അവരുടെ കയ്യിലുണ്ടാകുന്ന എന്തോ സാധനം കൊണ്ടിട്ടായിരിക്കും അടിക്കുന്നത്. പക്ഷേ എഴുന്നേറ്റപ്പോൾ കയ്യെല്ലാം കൊണ്ട് നമ്മുടെ കൈ കാലെല്ലാം സ്റ്റിയറിംഗ് എല്ലാം ഇവിടെ കെട്ടി വെച്ചു. പുലർച്ചെ ഇതുവഴി എത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവർ വഴിയോരത്ത് കിടക്കുന്ന കാർ ശ്രദ്ധിക്കുകയും കാറിനുള്ളിൽ കെട്ടിയിട്ടിരിക്കുന്ന യുവാവിനെ കാണുകയും ചെയ്തു. തുടർന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ വിവരം അടിമാലി പോലീസിനെ അറിയിച്ചു. പോലീസിന്റെ നിർദ്ദേശപ്രകാരം യുവാവിനെ കാറിനുള്ളിൽ നിന്നും കെട്ടഴിച്ച് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ആക്രമണത്തിന് ശേഷം താൻ കുറച്ചു സമയം ബോധരഹിതനായിരുന്നുവെന്ന് യുവാവ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ അടിമാലി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 ഇടുക്കി. കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവാണ് മരട് അനീഷ്. കൊലപാതകം, സ്പിരിറ്റ് കട്ട് ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതി. 10 വർഷം മുൻപ് തൃശൂർ കുന്നംകുളത്ത് കുഴൽപ്പണം തട്ടിയെടുത്ത കേസിലും പ്രതിയായിരുന്നു അനീഷ്. ആ കേസിൽ ഇയാളെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് വ്യക്തമാക്കിയാണ് ചാവക്കാട് അഡീഷണൽ സെഷൻസ് കോടതി പ്രതിയെ വെറുതെ വിട്ടത്. 8.5 ലക്ഷം രൂപ മരട് അനീഷും സംഘവും കവർന്നുവെന്നായിരുന്നു കേസ്. സെപ്റ്റംബർ 21 കേസിനാസ്പദമായ സംഭവം. തൃശൂരിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യുവാവിൽ നിന്ന് 8.5 ലക്ഷം രൂപ കവർച്ച സംഘം തട്ടിയെടുക്കുകയായിരുന്നു. കുന്നംകുളത്ത് മാരുതി കാർ കുറുകെയിട്ട് ബസ് തടഞ്ഞായിരുന്നു പണം അപഹരിച്ചത്. സംഭവത്തിൽ ഗുണ്ടാത്തലവൻ മരട് അനീഷും സംഘവും പ്രതികളായി. കുന്നംകുളം പോലീസാണ് കേസ് അന്വേഷിച്ചത്. കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് ആയില്ല എന്ന് വ്യക്തമാക്കിയാണ് മരട് അനീഷ് ഉൾപ്പെടെയുള്ള പ്രതികളെ കോടതി വെറുതെ വിട്ടത്. സാക്ഷികൾ പ്രോസിക്യൂഷൻ അനുകൂലമായി മൊഴി നൽകിയെങ്കിലും സംശയാതീതമായി കേസ് തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് കോടതി വ്യക്തമാക്കി. 2 സർക്കിൾ ഇൻസ്പെക്ടർമാരും DYSP അടങ്ങുന്ന പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ചത്. പക്ഷേ പ്രോസിക്യൂഷനിലെ സാക്ഷികളെല്ലാം പ്രോസിക്യൂഷൻ അനുകൂലമായാണ് മൊഴി നൽകിയതെങ്കിൽ പോലും സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന വാദം കണക്കിലെടുത്തുകൊണ്ടാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി പ്രതികളെ വെറുതെ വിട്ടത്. പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകനായ ഇ പ്രജിത്ത് ഹാജരായി. നേരത്തെ ഇംതിയാസ് വധക്കേസിലും കൊച്ചിയിൽ ലോറിയിൽ സ്പിരിറ്റ് എത്തിച്ച കേസിലും അനീഷിനെ കോടതി വെറുതെ വിട്ടിരുന്നു. ന്യൂസ് 18 തൃശൂർ.
മുഖ്യമന്ത്രിയുടെ പേരിൽ തട്ടിപ്പ് നടത്താൻ വ്യാജരേഖകൾ, ഇത് നിർമ്മിക്കാൻ ഉപകരണങ്ങളും പ്രിന്ററും. പാലക്കാട് പട്ടാമ്പിയിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി ആനന്ദുമായി നടത്തിയ തെളിവെടുപ്പിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത്. ഇയാളുടെ മുളയൻകാവിലെ വീട്ടിൽ നടന്ന തെളിവെടുപ്പിൽ നിർണായക രേഖകൾ ക്രൈംബ്രാഞ്ച് കണ്ടെടുത്തു. കൂടുതൽ പ്രതികൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പേരിലും മറ്റും വ്യാജരേഖകൾ ചമച്ച് തട്ടിപ്പ് നടത്തിയ കേസിലാണ് ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തിയത്. പട്ടാമ്പി മുതുതല സ്വദേശി കിഷോറിൽ നിന്ന് പ്രതിയായ ആനന്ദ് പല തവണകളായി 61 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. പണം തിരികെ ചോദിച്ചപ്പോൾ സർക്കാരിൽ നിന്ന് തനിക്ക് 64 കോടി രൂപ ലഭിക്കാനുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും ഒപ്പിട്ടതായ വ്യാജരേഖകൾ കാണിക്കുകയായിരുന്നു. സംശയം തോന്നിയ കിഷോർ നൽകിയ പരാതിയിൽ ജില്ലാ പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതിനെ തുടർന്നാണ് ആനന്ദ് അറസ്റ്റിലായത്. തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ശശികുമാറിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ആനന്ദിനെ മുളയൻകാവിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ഇവിടെ നിന്നും വ്യാജരേഖകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും മറ്റ് തെളിവുകളും പോലീസ് നേരത്തെ പിടിച്ചെടുത്തിരുന്നു. ഇതിനു പുറമെ ലാമിനേഷൻ ഉപകരണം, പെൻഡ്രൈവ്, പ്രിന്റർ തുടങ്ങിയവയും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ പ്രതികൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതും പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 പട്ടാമ്പി. ആരോഗ്യമന്ത്രിയുടെ PAയുടെ പേര് ഉപയോഗിച്ചുള്ള നിയമന തട്ടിപ്പിൽ രാഷ്ട്രീയ ഗൂഢാലോചന തള്ളി പോലീസിന്റെ കുറ്റപത്രം. സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് മുൻ AISF നേതാവ് KP ബാസിദും പത്തനംതിട്ടയിലെ CITU ഓഫീസ് സെക്രട്ടറിയായിരുന്ന അഖിൽ സജീവൻ ചേർന്ന് നടത്തിയ തട്ടിപ്പ് മാത്രമാണെന്നും പോലീസ് പറയുന്നു. വൻ ഗൂഢാലോചന എന്നായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ ആരോപണം. അതേസമയം ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് തട്ടിപ്പിൽ പങ്കില്ലെന്നും സ്ഥിരീകരിച്ചാണ് പോലീസിന്റെ കുറ്റപത്രം. മകന്റെ ഭാര്യയുടെ ജോലിക്കായി മന്ത്രി വീണ ജോർജിന്റെ PAയ്ക്ക് കോഴ നൽകിയെന്ന മലപ്പുറം സ്വദേശി ഹരിദാസന്റെ ആരോപണമായിരുന്നു വിവാദത്തിന് തുടക്കം. ഹരിദാസൻ സെക്രട്ടേറിയറ്റിലെത്തുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നതോടെ മന്ത്രിയുടെ രാജിക്ക് മുറവിളിയുയർന്നു. പണം നൽകിയിട്ടില്ലെന്ന് ഹരിദാസൻ തന്നെ മൊഴി തിരുത്തിയ കേസിൽ വീണ ജോർജിനും PA അഖിൽ മാത്യുവിനും ക്ലീൻ ചിറ്റ് നൽകിയാണ് പോലീസിന്റെ കുറ്റപത്രം. ഹരിദാസന്റെ സുഹൃത്തായ മുൻ AISF നേതാവ് KP ബാസിദ്, സുഹൃത്തുക്കളായ ലെനിൻ രാജ്, റഹീസ്, പത്തനംതിട്ടയിലെ CITU ഓഫീസ് സെക്രട്ടറിയായിരുന്ന അഖിൽ സജീവ് എന്നിവർ മാത്രമാണ് പ്രതികൾ. ആരോഗ്യമന്ത്രിയുടെ PAയ്ക്ക് കൊടുക്കാനെന്ന പേരിൽ ബാസിദ് 1 ലക്ഷവും ലെനിൻ 50,000-വും അഖിൽ സജീവ് 25,000 രൂപയും തട്ടിയെടുത്തു. വ്യാജപരാതി ഉന്നയിച്ച ഹരിദാസിനെ പ്രതി ചേർക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് കന്റോൺമെന്റ് പോലീസ് കുറ്റപത്രം നൽകിയത്. ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന എന്നായിരുന്നു തുടക്കം മുതൽ മന്ത്രിയുടെ വാദം. ഹരിദാസനിൽ നിന്ന് പണം തട്ടാൻ പ്രതികൾ നടത്തിയ ഗൂഢാലോചനയ്ക്കപ്പുറം രാഷ്ട്രീയ നേതാക്കളടക്കം മറ്റാർക്കും പങ്കില്ലെന്ന് സ്ഥിരീകരിച്ച പോലീസ് മന്ത്രിയുടെ വാദവും കുറ്റപത്രത്തിൽ തള്ളിക്കളയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപം ലഹരി മരുന്നുമായി യുവാവ് അറസ്റ്റിൽ. വേളി മാധവപുരം സ്വദേശി വിഷ്ണുവാണ് 104 ഗ്രാം MDMAയും 2 ഗ്രാം കൊക്കൈനുമായി പിടിയിലായത്. അമരവിളയിൽ 3 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിലായത് കുണ്ടമൺകടവ് സ്വദേശി ആദിൽ കൃഷ്ണ. ചാവക്കാട് ജുവലറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിച്ച പ്രതി പിടിയിൽ. പാലക്കാട് ചാലിശ്ശേരി സ്വദേശി രജീഷനെയാണ് അറസ്റ്റ് ചെയ്തത്. 2 വ്യത്യസ്ത സംഭവങ്ങളിൽ രാസലഹരിയുമായി തിരൂരിൽ 2 യുവാക്കൾ അറസ്റ്റിൽ. തിരൂർ പച്ചാട്ടിരി സ്വദേശി ശ്രീജിത്ത്, മാങ്ങാട്ടിരി സ്വദേശി മുഹമ്മദ് സാദിഖ് എന്നിവരാണ് പിടിയിലായത്.
പാലക്കാട് തൃത്താല മേഖലയിൽ വീണ്ടും അനധികൃത എഴുത്തു ലോട്ടറി. മേടത്തൂരിൽ നിന്ന് 3 പേരെ അറസ്റ്റ് ചെയ്ത് പോലീസ്. അട്ടപ്പാടിയിൽ വ്ളോഗറെ തമിഴ്നാട്ടിൽ നിന്നെത്തിയ സ്ത്രീകൾ കെട്ടിയിട്ട് തല്ലി. നഗ്നദൃശ്യം ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചെന്നാരോപിച്ചാണ് കോട്ടത്തറ ചന്തക്കട സ്വദേശിയായ മുഹമ്മദ് അലി ജിന്നയെ മർദ്ദിച്ചത്. ചില സ്വകാര്യ ബസ് ജീവനക്കാരുടെ ശല്യം കാരണം വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. ബസ്സിൽ വെച്ച് അപമര്യാദയായി പെരുമാറുന്നത് പതിവാകുന്നു. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ബസ് ജീവനക്കാരന്റെ അതിക്രമമുണ്ടായത് +2 വിദ്യാർത്ഥിനിക്ക് നേരെയാണ്. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ വെച്ച് രാവിലെ കണ്ടക്ടർ സാജൻ വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. ഇയാളെ കുട്ടിയുടെ സഹോദരൻ സുഹൃത്തുക്കളും ചേർന്ന് പിടികൂടി പോലീസിലേൽപ്പിച്ചു. മാന്യമര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന ബസ് ജീവനക്കാർക്ക് തന്നെ നാണക്കേടാണ് ഇതുപോലുള്ള സംഭവങ്ങൾ. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.